بسم الله الرحمن الرحيم وأن المساجد لله فلا تدعوا مع الله أحدا وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا قل إنما أدعو ربي ولا أشرك به أحدا قل إني لا أملك لكم ضرا ولا رشدا قل إني لن يجيرني من الله أحد ولن أجد من دونه ملتحدا إلا بلاغا من الله ورسالاته ومن يعص الله ورسوله فإن له نار جهنم خالدين فيها أبدا حتى إذا رأوا ما يوعدون فسيعلمون من أضعف ناصرا وأقل عددا. عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرأوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാക്കുകൾ ശ്രദ്ധിക്കാനെത്തിയിട്ടുള്ള നാട്ടുകാരെ, ശ്രോതാക്കളെ, മുജാഹിദ് പ്രവർത്തകരെ, പരമകാരുണികനും കരുണാനിധിയുമായ നാം ഏവരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വ കൈവിടാതെ താനൊരു മുസൽമാനാണെന്ന ബോധം കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. സാധാരണ യോഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു യോഗമാണ്, ഒരു മീറ്റിംഗാണ് നാം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. സലഫി ആദർശ സംഘം കടവത്തൂർ എന്ന പേരിൽ നോട്ടീസ് കണ്ടപ്പോൾ തന്നെ ഇതൊരു സവിശേഷമായ യോഗമാണ് എന്ന് പലരും മനസ്സിലാക്കി കാണും. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 8 മഞ്ചേരിയിൽ ആരംഭിച്ച് കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിലായി വിശദീകരണ യോഗങ്ങൾ നടത്തിയാണ് ഇന്ന് കടവത്തൂരിൽ ഒരു വിശദീകരണം നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. മഞ്ചേരിക്കു ശേഷം തൃശ്ശൂരിലെ കയ്പമംഗലത്തും, പിന്നീട് എറണാകുളത്തെ ആലുവയിലും, പിന്നീട് കൊല്ലം ചാമക്കടയിലും, അത് കഴിഞ്ഞ് മംഗലാപുരത്തും കാസർഗോഡും, പിന്നീട് കണ്ണൂരും പാലക്കാടും വയനാടും, അതുപോലെ പൂനൂരിനടുത്തുള്ള താമരശ്ശേരിയും, ഇത്രയും സ്ഥലങ്ങളിലൊക്കെ നാം ഈ ആശയങ്ങൾ വിശദീകരിക്കുകയും തെറ്റിദ്ധാരണകൾ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈയിടെയായി ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഉരുണ്ടുകൂടിയിട്ടുള്ളൊരു പ്രതിസന്ധി, ആ പ്രതിസന്ധിക്ക് കാരണക്കാർ ആരാണ്, എന്താണ് ആ പ്രതിസന്ധിയുടെ മർമ്മം? ആളുകൾ പലതും അവിടെവിടെയായി നിന്ന്
എന്തൊക്കെയോ കേട്ടും മനസ്സിലാക്കിയും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. യഥാർത്ഥ വസ്തുതകൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വേദി ഒരുക്കുക എന്നതാണ് വാസ്തവത്തിൽ ഈ പരിപാടി കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കടവത്തൂരിന്റെ പഴയകാല ഇസ്ലാഹി ചരിത്രം ഒന്ന് അനുസ്മരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ സംഘടിതമായ ഇസ്ലാഹി പ്രവർത്തനം ആരംഭിച്ച 1920-കളിൽ തന്നെ അതിന്റെ ചെറിയ ചലനങ്ങൾ ഉടലെടുത്ത ഒരു പ്രദേശമാണ് കടവത്തൂർ. കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ 2ാം വാർഷിക യോഗത്തിൽ വെച്ചാണ് കേരള ജമിയത്തുൽ ഉലമ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ഉലമാ സംഘം എന്ന നമ്മുടെ പണ്ഡിത സംഘടനയ്ക്ക് രൂപം നൽകപ്പെട്ടത്. കേരളത്തിൽ അവിടെവിടെയായി ചിന്നിച്ചെതറി അസംഘടിതരായി നിൽക്കുന്ന പണ്ഡിതന്മാർക്ക് യോജിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു വേദി വേണം എന്ന് മൊയ്ദ് മൗലവി സാഹിബ് പ്രമേയം അവതരിപ്പിക്കുകയും അങ്ങനെ ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘം രൂപീകരിക്കാൻ ആ യോഗത്തിൽ ആലോചിക്കുകയും ചെയ്തപ്പോൾ ഒരു പണ്ഡിത സുഹൃത്ത് അവിടെ നിന്ന് ചോദിച്ചു, ഇങ്ങനെയൊരു സംഘം രൂപീകരിക്കാനുള്ള ദലീൽ എന്താണ്? അപ്പോൾ നമ്മുടെ നാട്ടുകാരനായ ഇ.കെ. മൗലവി റഹിമഹുല്ലാ അദ്ദേഹം ഒരു ആയത്തോതി കൊടുത്തു. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളിൽ നിന്നും ഒരു വിഭാഗം ഉണ്ടാകട്ടെ, നല്ലതിലേക്ക് ക്ഷണിക്കുന്ന, സൽക്കാര്യങ്ങൾ കൽപ്പിക്കുകയും ദുഷ്കാര്യങ്ങളെ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. അവരാകുന്നു വിജയിച്ചവർ. ഇത് കേട്ടപ്പോൾ ചോദ്യകർത്താവായ പണ്ഡിത സുഹൃത്തിന് സംശയം തീരുന്നില്ല. നിങ്ങൾ ഓതിയത് ആയത്തല്ലേ? ഞാൻ ചോദിച്ചത് ദലീലാണ് എന്ന് പറഞ്ഞ ഖുർആനിൽ ആയത്ത് ഒരു ദലീലാണെന്ന് പോലും അംഗീകരിക്കാത്ത ഒരു കാലം. വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഒരു വിഷയത്തിന് പ്രമാണമായി പണ്ഡിതന്മാർക്ക് പോലും ബോധ്യമില്ലാത്ത ഒരു ഇരുണ്ട കാലം. അവിടെ നിന്നോട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേരിയ ചലനങ്ങൾ രൂപപ്പെട്ടു വന്ന ഒരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ കടവത്തൂർ പ്രദേശം. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ഈ ആദർശ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുകയാണ്. നമുക്കറിയാം, മമ്മി മൗലവി, എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലവി, കെ.എൻ. ഇബ്രാഹിം മൗലവി, എനിക്ക് അഹമ്മദ് മൗലവി തുടങ്ങി അറിയപ്പെട്ട കേരളത്തിലെ ഇസ്ലാഹി രംഗത്ത് അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും അവരുടെ നേതൃത്വം കൊണ്ടും കെട്ടി ഉയർത്തപ്പെട്ട, കെട്ടിപ്പടുക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് കടവത്തൂരിലും പരിസര പ്രദേശത്തുമുള്ള ഇസ്ലാഹി പ്രസ്ഥാനം. ഞാനത് ഓർമ്മിപ്പിച്ചത് അവരൊക്കെ ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആ പ്രമാണബദ്ധമായ ആദർശമേതോ അത് നാം പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ആദർശമെന്ന് പറയുന്നത് ജനിച്ചു വീഴുമ്പോൾ പൊക്കൽ കൊടിയിലൂടെ ലഭിക്കുന്നതല്ല. പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും വേണം. അടുത്ത തലമുറകളിലേക്ക് അത് സംക്രമിക്കപ്പെടണം. ഖേദകരമെന്ന് പറയട്ടെ, അതിനുള്ള ശ്രമങ്ങൾ ഇന്ന് കടവത്തൂരിലും പരിസര പ്രദേശങ്ങളിലും തുലവും കുറവാണ് എന്ന് പറയുന്നേ വന്നതിൽ ഖേദമുണ്ട്. നമ്മുടെ എരഞ്ഞിക്കീഴിൽ ഭാഗത്ത് മാത്രം രാവിലെ 20ഓ 22ഓ സ്കൂൾ ബസ്സുകൾ വരുന്നു. കുട്ടികളെ പെറുക്കി കൊണ്ടുപോകുന്നു. അവരിൽ പലർക്കും മദ്രസ തന്നെ ഇല്ല. സ്കൂളിൽ മോറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ മതവിദ്യാഭ്യാസത്തിന്റെ ഒരു പീരിയഡ് ഉണ്ടാകുമെന്നാണ് വെപ്പ്. ഈ കുട്ടികളൊക്കെ ഭാവിയിൽ സലഫി ആദർശം എന്താണെന്നോ മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്നോ മനസ്സിലാക്കുമോ? മനസ്സിലാക്കാൻ അവസരമുണ്ടോ? ഇങ്ങനെ പോയാൽ എന്തായിരിക്കും അടുത്ത തലമുറയിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്ന് രക്ഷിതാക്കളും ഈ നാട്ടിലെ പ്രസ്ഥാന ബന്ധുക്കളും സംഘടനാ പ്രവർത്തകരുമൊക്കെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൽ എന്തുകൊണ്ടും ഓർക്കേണ്ട ഒരു ചരിത്രമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ കടവത്തൂരിലുള്ളത്. അതുകൊണ്ട് ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പ്രമാണബദ്ധമായ ആദർശത്തെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയല്ല ഇങ്ങനെ ഒരു യോഗം നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് സംഘടിപ്പിച്ചവർക്കും ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഒരുപാട് ആശങ്കകൾ യഥാർത്ഥത്തിലുണ്ട്. കാരണം സംഭവിക്കാൻ പാടില്ലാത്ത പലതുമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ കരുതിയ കാര്യങ്ങൾ പോലും നമ്മുടെ പ്രതീക്ഷക്കപ്പുറത്തായി അള്ളാഹുവിന്റെ തഖ്ദീർ അനുസരിച്ച്
സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കൂടിയ വിവിധ തരം ആളുകൾ ഉണ്ടാകും. ഇതിന്റെ സംഘാടകരായ ഇതിന്റെ പ്രവർത്തകർ ഈ വിഷയം മനസ്സിലാക്കിയവരും ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അവർ ഈ നാട്ടിൽ ഭൂരിപക്ഷമില്ല, വളരെ ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. അവർ ഒരുപക്ഷെ ഇനിയും ഒറ്റപ്പെട്ടേക്കാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പ്രവർത്തനവുമായി അവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. അവസാന കാലത്ത് അഹ്ലുസുന്നത്തിന്റെ യഥാർത്ഥ ആദർശം ഉൾക്കൊള്ളുന്ന യഥാർത്ഥ സലഫു സാലിഹുകളുടെ മാർഗം മുറുകെ പിടിക്കുന്നവർ വളരെ കുറവായിരിക്കും. അവരെ കുറിച്ച് റസൂൽ പറഞ്ഞത് അപരിചിതർ എന്നാണ്. ഇസ്ലാം ആരംഭിച്ചത് അപരിചിതനെ പോലെയാണ്. വീണ്ടും ആ അപരിചിതാവസ്ഥയിലേക്ക് ഇസ്ലാം തിരിച്ചു പോകും. അപ്പോൾ ഇസ്ലാമിനെ കയ്യേൽക്കുന്ന ഖുറബാഇന് അഭിനന്ദനങ്ങൾ. സഹാബികൾ ചോദിച്ചു, ആരാണ് ഖുറബാ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ മറുപടികൾ പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. അതിലൊരു മറുപടി, വൃത്തികെട്ട ധാരാളം മനുഷ്യന്മാർക്കിടയിലെ കുറച്ചു നല്ല മനുഷ്യന്മാർ, അവരനുസരിക്കുന്നവരെക്കാൾ അവർ എതിർക്കുന്നവരും ധിക്കരിക്കുന്നവരുമായിരിക്കും കൂടുതലും എന്ന്. അപ്പോൾ വളരെ എണ്ണത്തിൽ ചുരുങ്ങിയ ഭൂരിഭാഗം ആളുകൾ എതിർക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അവസാന കാലത്ത് ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്കുണ്ടാകുന്നത് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങളിലെയൊക്കെ അവസ്ഥ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബിമാരുടെ കാലം കഴിഞ്ഞപ്പോൾ തലമുറകൾ പിന്നിടുമ്പോൾ നബിമാർ കൊണ്ടുവന്ന സത്യത്തിൽ നിന്നും പിൻതലമുറകൾ വ്യതിചലിച്ചു പോയ ചരിത്രം എല്ലാ നബിമാരുടെ ചരിത്രത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല. എല്ലാവരും വ്യതിചലിച്ച് ആരും ബാക്കിയാവാത്ത ഒരവസ്ഥ ഈ ഉമ്മത്തിൽ ഉണ്ടാവുകയില്ല. മറിച്ച് ഒരു വിഭാഗം സത്യത്തിന്റെ ആളുകളായി ഖിയാമം വരെ നിലനിൽക്കുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും വമൻ ഖാഫഹും ഹത്താ യഅതി അംറുല്ലാഹി വഹും അലാ ദാലിക. എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം സത്യത്തിന്റെ മേൽ പ്രത്യക്ഷപ്പെട്ടവരും വിജയം വരിച്ചവരുമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവരെ കൈയൊഴിഞ്ഞവർക്കോ അവരെ എതിർക്കുന്നവർക്കോ അവരെ ഒരു ഉപദ്രവവും ഏൽപ്പിക്കാൻ സാധ്യമല്ല അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ. ഒരുപക്ഷെ അവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കാം, അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കാം, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവരെ ദ്രോഹിക്കാം, അങ്ങനെ പലതും ചെയ്യാൻ സാധിച്ചെന്ന് വരാം. പക്ഷെ ആദർശപരമായി ആശയപരമായി അവരെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ളൊരു കൊച്ചു വിഭാഗം ഈ ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പടച്ചവന്റെ സഹായം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ ഒരു കൊച്ചു സംഘം, ആ കൊച്ചു സംഘത്തിൽ നാം എണ്ണപ്പെടണമെങ്കിൽ അറിഞ്ഞ സത്യങ്ങൾ നാം ഉറക്കെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിന്റെ സംഘാടകരോട് പറയാനുള്ളത്, ആ ഒരു അവസ്ഥ നമുക്ക് ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കണം, കണക്ക് കൂട്ടണം എന്നാണ്. പിന്നെ ആകാംക്ഷയോടെ ഇവിടെ വന്ന ശ്രോതാക്കളോട് പലതും പറയാനുണ്ട് എനിക്ക്. ഒന്നാമതായി എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷ, എന്റെ വാക്കിലുള്ള ശൈലി ദോഷം കൊണ്ടോ എന്റെ പ്രയോഗത്തിൽ വന്ന ഏതെങ്കിലും പ്രയോഗങ്ങളുടെ തെറ്റുകൾ കൊണ്ടോ നിങ്ങൾ ഈ വിഷയം പഠിക്കാതെ പോകരുത്. ഈ വിഷയം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു പഠിക്കണം. എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ സംഭവിച്ചത് എന്ന്. ചില ആളുകളൊക്കെ പറയാണ്, ഞങ്ങൾക്ക് ഇനി ഒന്നും കേൾക്കണ്ട, ഞങ്ങൾ തലശ്ശേരി പോയി കേട്ടു, ഇനി ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. സാധാരണ യാഥാസ്ഥികന്മാരുടെ അതേ ഭാഷ, ഒന്നും കേൾക്കണ്ട, ഒന്നും പഠിക്കണ്ട, കേട്ടത് മാത്രം മതി. ഞങ്ങൾക്ക് ആ പറഞ്ഞ ആളുകളെ പറ്റി നല്ല വിശ്വാസമാണ്. അവരൊക്കെ വലിയ വലിയ കൂട്ടരല്ലേ, അവര് വെറുതെ പറയോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒന്നും കേൾക്കണ്ട. ഇതന്നെ ഖുറാഫികളും പറയാറുള്ളത്. ഈ കെ വലിയ പണ്ഡിതനല്ലേ, കണ്ണിയത്ത് മഹാപണ്ഡിതനല്ലേ, അവരൊക്കെ പറഞ്ഞത് കേട്ടാ പോരെ, പിന്നെ എന്തിനാ നമ്മൾ വേറൊന്ന് കേൾക്കുന്നത് എന്ന ചിന്താഗതി ഇപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കും ഉണ്ടായി എന്ന് വന്നാൽ നമ്മൾ എത്രമാത്രം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ എന്തെങ്കിലും തെറ്റ് പിടിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കി വന്ന ചില ആളുകൾ ഉണ്ടാവും. അവർക്കൊന്നും ശ്രദ്ധിക്കൂല, എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കി ഇങ്ങനെ നിൽക്കാണ്, എന്നിട്ട് അതുകൊണ്ടങ്ങ് പായാൻ. അങ്ങനത്തെ ഇപ്പൊ തന്നെ പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
പിന്നെ വേറെ ചില ആളുകൾക്ക് ഇതൊക്കെ ഒരു തമാശയായിരിക്കും. അതൊരു ഹരം, തരക്കടില്ലല്ലോ. ഒരു ഹരം, അവർക്ക് ദീനീ കാര്യങ്ങൾ തന്നെ ഒരു ഹരമാണ്, തമാശയാണ്. സുഹൃത്തെ, ഒരിക്കലും ദീനീ കാര്യങ്ങൾ ആ രീതിയിൽ കാണരുത്. ഇത് പരലോകത്തിന്റെ വിഷയമാണ്, ദുനിയാവിന്റെ വിഷയമല്ല. വ്യക്തി വിദ്വേഷം തീർക്കാൻ വേണ്ടിയോ ആരോടെങ്കിലുമുള്ള അസൂയ കൊണ്ടോ അല്ലെങ്കിൽ സംഘടനയിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നേടുവാനോ ഉള്ള ഒരു പരിപാടിയല്ല ഇത്. മറിച്ച് ഇത് ദീനിന്റെ കാര്യമാണ്. കൂട്ടാതെ കുറക്കാതെ ദീൻ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത്. ആ നിലക്ക് ദീനീ വിഷയങ്ങളെ ഗൗരവപൂർവ്വം സമീപിക്കുകയും ഇത് പരലോകത്തിന്റെ കാര്യമാണെന്നും നാം ഈ ഇരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ശ്രദ്ധിക്കുന്നതുമൊക്കെ പുണ്യകരമായ ഒരു അമലാണ് എന്നും മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം സിദ്ധിക്കുകയുള്ളൂ. ഇവിടെ മറ്റു മതസംഘടനകളുടെ ആളുകൾ ഈ പ്രസംഗം കേൾക്കാൻ വന്നിട്ടുണ്ടായിരിക്കും. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാഹി പ്രസ്ഥാനം എന്തു ജീർണതകൾ കണ്ടാലും സംഘടനയ്ക്ക് വേണ്ടി അതൊക്കെ മൂടി വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സംഘടനയിൽ ജീർണതകൾ തലവെക്കുമ്പോൾ അതിനകത്തു നിന്ന് തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കും. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, അതിന്റെ പേരിലാണ് ഞാൻ പുറത്തായത്. നടന്നില്ല, എന്നെ എടുത്ത് പുറത്തിട്ടു. പക്ഷെ അതുകൊണ്ട് ഈ പ്രവർത്തനം നിർത്തിവെക്കാൻ ഉദ്ദേശമില്ല. ഇസ്ലാഹ് എന്നത് ഇല്ലാത്തതിനെ ഉണ്ടാക്കലല്ല, ഉള്ളതിൽ കാലക്രമത്തിൽ വന്നു ചേർന്നിട്ടുള്ള വൈകല്യങ്ങളെ ഇല്ലാതാക്കി ശരിപ്പെടുത്തലാണ്. ആ ഇസ്ലാഹ് അകത്തും പുറത്തും നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ വന്നുപെട്ടിട്ടുള്ള ജീർണതകൾക്കെതിരെയുള്ള ഒരു ഇസ്ലാഹി പ്രവർത്തനമാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതര മതസംഘടനകളുടെ അനുയായികളോട് എനിക്ക് പറയാനുള്ളത്, കാഴ്ചക്കാരായി നോക്കി നിന്ന് വല്ല മുതലെടുപ്പിനും സാധിക്കുമോ എന്ന് ചിന്തിക്കുകയല്ല നിങ്ങൾ വേണ്ടത്. ഈ ചർച്ച ചെയ്യപ്പെടുന്ന ദീനീ വിഷയങ്ങൾ അത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഇത് ദീനീ കാര്യമാണ്, ഇത് പഠിക്കൽ എന്റെ കൂടി ബാധ്യതയാണ്. ആരെയും തോൽപ്പിക്കാനോ ആരെങ്കിലും തറപറ്റിക്കാനോ ഉള്ളതല്ല. ഇത് സത്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ പരിപാടിയുടെ പ്രേരണ എന്ന് നിങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്ന വിഷയത്തെ കുറിച്ച് ദീനിന്റെ വീക്ഷണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ആമുഖമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇവിടെ ചില ആളുകളൊക്കെ ചോദിച്ചു, നിങ്ങളുടെ നോട്ടീസിൽ കാണുന്നല്ലോ വെല്ലുവിളികളെ അതിജീവിച്ച സലഫി ആദർശം. വേറെ ചില നോട്ടീസിൽ കണ്ടു വെല്ലുവിളികളെ അതിജീവിച്ച മുജാഹിദ് പ്രസ്ഥാനം. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? ഒന്ന് പ്രസ്ഥാനമാണ്, മറ്റൊന്ന് ആദർശമാണ്. എന്തുകൊണ്ടാണ് ഈ തലക്കെട്ട് കൊടുത്തത്? പ്രസ്ഥാനം ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ് ഇവിടെ ആദർശം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, 1950 മുമ്പ് പൊതുജനങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉള്ള ഒരു സലഫി സംഘടന അവിടെ അല്ല. പണ്ഡിതന്മാർക്ക് മാത്രം മെമ്പർഷിപ്പ് ഉള്ള ജമിയത്തുൽ ഉലമ, അത് തന്നെ 1924 ഉണ്ടായത്. അതിനുമുമ്പ് പണ്ഡിതന്മാർക്ക് മെമ്പർഷിപ്പ് ഇല്ല. അപ്പൊ മെമ്പർഷിപ്പ് ഇല്ലാതെയും സംഘടന ഇല്ലാതെയും 1950 വരെ സാധാരണക്കാർ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? അവർ മുജാഹിദുകളായിരുന്നില്ലേ? ആണ്. എങ്കിൽ ഇവിടെ ആദ്യം ഉണ്ടായത് ആദർശമാണ്. പിന്നെ നമ്മുടെ സൗകര്യത്തിനു വേണ്ടി നാം ഉണ്ടാക്കിയതാണ് സംഘടന. അതുകൊണ്ട് തന്നെ സംഘടനക്കല്ല, സംഘടനാ സംവിധാനങ്ങൾക്കല്ല, ആദർശത്തിനാണ് മുൻതൂക്കം. പ്രസ്ഥാനത്തിന്റെ താല്പര്യവും ആദർശത്തിന്റെ താല്പര്യവും കൂട്ടിമുട്ടിയാൽ നമ്മൾ ആദർശത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. കാരണം സംഘടന എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി യൂണിറ്റ്, മണ്ഡലം, ജില്ല, സംസ്ഥാനം ഇങ്ങനെ വരുന്നതാണ്. അല്പം കുതന്ത്രവും ഗ്രൂപ്പുകളെയും ഒക്കെ ഉള്ളവർക്ക് ഈ ജനാധിപത്യ രീതികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നേതൃത്വത്തിലെത്താൻ സാധിക്കും. അങ്ങനെ നേതൃത്വത്തിലെത്തുന്നവർക്ക് ചിലപ്പോൾ ആദർശത്തോട് കൂറുണ്ടായിക്കൊള്ളണമെന്നില്ല. സംഘടനയും സ്ഥാപനങ്ങളും അതിന്റെ പേരിലുള്ള സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളും സ്ഥാപനത്തെ നമുക്ക് സ്വത്തുക്കളുടെ ആളായി നടക്കലും അങ്ങനെയൊക്കെയുള്ള ഒരു താല്പര്യക്കാർ, ആദർശത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ആളുകൾ ചിലപ്പോൾ നേതൃത്വത്തിലെത്തി എന്ന് വരാം. അത്തരം ഘട്ടങ്ങളിൽ ഒരു യഥാർത്ഥ ആദർശവാദിയായ മുജാഹിദ് എന്തു ചെയ്യണം? അത്തരം ഘട്ടങ്ങളിൽ ആദർശത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രസ്ഥാനത്തിന്റെ ചട്ടവട്ടങ്ങളെക്കാൾ ആദർശത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്, വെല്ലുവിളികളെ അതിജീവിച്ച സലഫി ആദർശം എന്ന്. പിന്നെ എല്ലാം കേൾക്കുക, നല്ലത് പിൻപറ്റുക എന്ന് നിങ്ങളെ നോട്ടീസിന്റെ മുകളിലുണ്ടല്ലോ, അതെന്തിനാണ്? ഇപ്പോൾ മുജാഹിദുകൾ പ്രസംഗിക്കുന്നത് തന്നെ ചിലതൊന്നും കേൾക്കാൻ പാടില്ല, പോകാൻ പാടില്ല എന്ന് ഊരുവിലക്ക് ഇവിടെ പലരും വന്നിട്ടില്ല. എന്താ കാരണം? അത് നമുക്ക് പറ്റൂല, അത് നമ്മളെ സംഘടനയുടെ ഔദ്യോഗിക യോഗമല്ല. നമ്മൾ ജനങ്ങളോട് പറയൽ എന്താണ്?
ദീനീ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന, നമ്മളെ വഴിതെറ്റിക്കുകയില്ല. ഒരു നിരീശ്വരവാദോ നിർമ്മറവാദോ ഭൗതികവാദോ ഒന്നും പ്രസംഗിക്കുന്ന സ്ഥലമല്ല, കുഫറും ശിർക്കും പ്രസംഗിക്കുന്ന സ്ഥലമല്ല. എങ്കിൽ ദീനിയായ നല്ല കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെല്ലാം കേൾക്കണം. എന്നിട്ട് അതിൽ ഏറ്റവും ഉത്തമമായതിനെ പിൻപറ്റണം. പറയുന്നത് കേട്ടത് ഒന്നും അപ്പാടെ വിഴുങ്ങാതെ അതിനെ സംബന്ധിച്ച് പ്രാമാണികമായി പഠിക്കാൻ ശ്രമിക്കണം. അങ്ങനെ നാം പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ ദീനീ വിഷയങ്ങൾ മനസ്സിലാക്കണമെന്നാണ് നമ്മൾ പറയാറുള്ളത്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഖുറാഫിസത്തിലേക്ക് പോയി അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്ന് പറയുന്ന ആളുകൾ ആരാണ് ഇവിടെ ഖുറാഫിസത്തിന്റെ സ്വഭാവം കടമെടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇന്നലെ നാദാപുരത്ത് വെച്ച് നടന്ന പരിപാടി, അത് 2 ദിവസം മുമ്പ് നടക്കേണ്ടതായിരുന്നു. നമ്മുടെ സഹോദരൻ ജാബിർ കായക്കൊടി പെട്ടെന്ന് ഒരാക്സിഡന്റിൽ മരിക്കുകയും ആ പ്രദേശമാകെ ദുഃഖസമാനമായ ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തപ്പോൾ നമ്മൾ ആ പരിപാടി ഇന്നലത്തേക്ക് മാറ്റിവെച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ആ നാദാപുരം പരിപാടിയുടെ പോസ്റ്ററുകൾ ഈ എരഞ്ഞിക്കീഴിൽ പകടത്തൂർ പ്രദേശങ്ങളിൽ ഒട്ടിച്ചിട്ട പല സ്ഥലത്തൊന്നും പോസ്റ്റർ കാണുന്നില്ല. രാത്രിയിൽ കൊണ്ടുപോയി പറിച്ചിട്ട് എവിടെയോ കൊണ്ടുപോയി ഇടുകയാണ്. ആരാ കൊണ്ടുപോയിടുന്നത്? ആരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ആരാണെന്ന് ഈ നാട്ടിൽ ആളുകൾക്കറിയാം. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മറ്റു പല നോട്ടീസും ഇവിടെ ഉണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തുപോയി വേറെ സംഘടനയും വേറെ സംരംഭവുമായി നീങ്ങുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവരെ പോസ്റ്ററിന് ഒരു കുഴപ്പമില്ല. അവരെ പരിപാടിക്ക് പോകരുതെന്ന് പറയണില്ല. ഇവിടെ ചേകനൂര് പുറത്തുപോയി, CN അഹമ്മദ് വലി പുറത്തുപോയി. അവരൊന്നും പരിപാടി കേൾക്കരുതെന്ന് ഒരിക്കലും തന്നെ ഇവിടെ സർക്കുലർ ഇറക്കിയിട്ടില്ല, ആളുകളോട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ രീതിയിലേക്ക് പോസ്റ്റർ കീറുക, പെർമിഷൻ മുടക്കുക. അപ്പൊ നാദാപുരം ടൗണിൽ വെച്ച് നടക്കേണ്ട പരിപാടി കല്ലാച്ചിയിലേക്ക് മാറ്റാൻ കാരണം എന്താ? പോലീസുകാർ പറഞ്ഞു നാദാപുരത്താണെങ്കിൽ 8 മണി വരെ പെർമിഷൻ തരാൻ പറ്റുള്ളൂ. വല്ലാതെ ചോദിച്ചപ്പോ പറയാണ് ഞങ്ങൾക്ക് വല്ലാത്ത സമ്മർദ്ദമുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെയാണ് കല്ലാച്ചി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റേണ്ടി വന്നത്. പുളിക്കൽ ഞാൻ പ്രസംഗിച്ചപ്പോ ഇവിടെ ഈ കോക്കസുകാർ അവിടെ നടത്തിയ പരിപാടി രാത്രി 1:30 വരെ നടന്നു. പോലീസ് ഒരു ആക്ഷേപവും പറഞ്ഞില്ല. ഞങ്ങളെ പരിപാടി 9:45 കഴിഞ്ഞപ്പോ തന്നെ നിർത്തൂ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോലീസ് വരിക. എന്താ കാരണം? പോലീസ് സ്റ്റേഷനിൽ പല ഫോണുകളും വരുന്നു, സമ്മർദ്ദം. അങ്ങനെ നിർത്തേണ്ടി വന്നു. പക്ഷെ അള്ളാന്റെ അനുഗ്രഹത്താൽ 2 ദിവസത്തേക്ക് പെർമിഷൻ എടുത്തത് കൊണ്ട് അത് നടന്നു. നിങ്ങൾ നോക്കൂ, കണ്ണൂരിൽ നമ്മൾ വിശദീകരണ യോഗം വെച്ചപ്പോ കണ്ണൂർ KNM കമ്മിറ്റി ക്യാമറയുമായി ആളെ നിർത്തിയിരിക്കായിരുന്നു. ആരൊക്കെയാണ് സക്കരിയ സലാഹിയുടെ പ്രസംഗം കേൾക്കാൻ വരുന്നത്? എന്നിട്ട് ഉളുപ്പില്ലാതെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക വരുന്ന ആളുകളെ. ഒരാളെ ഫോട്ടോ എടുക്കണമെങ്കിൽ അയാളെ പെർമിഷൻ വേണമെന്നാ നിയമം. എന്നിട്ട് ഫോട്ടോ എടുത്തപ്പോ ചില ആളുകൾ മുമ്പിൽ പോയി എടുക്കടാ ഫോട്ടോ എടുക്ക്, എന്താ കാണിക്കണേ? ഒരു മണ്ഡലം സെക്രട്ടറി വന്നിട്ട് എടുക്കടാ ഫോട്ടോ, എന്താ തൂക്കാൻ പിരിക്കോ നീ? അപ്പൊ സംഘടന എന്ന് പറയുന്നത്, സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാള് തന്റെ അവസ്ഥ വിവരിക്കുന്നത്, താൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഈ നാട്ടിലെ ആളുകളോട് പറഞ്ഞു കൊടുക്കണമല്ലോ. ഇദ്ദേഹം ശിർക്കിലേക്ക് പോയി മുശ്രിക്കായി മരിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ വിവരിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചൊരു മീറ്റിംഗിൽ കേൾക്കാൻ പോകുന്നവരെ ഫോട്ടോ എടുക്കുക. മഗ്‌രിബായപ്പോ പിന്നെ ഓനെ കാണാനല്ല, കാരണം ക്യാമറയിൽ ഒതുങ്ങുന്നില്ല ആളുകൾ, ജനം ഒന്നായിട്ട് വരിക. വലിയ പുരോഗമനവാദിയായ ഡോക്ടർ സുൽഫീഖർ മെമ്പറായിട്ടുള്ള പള്ളി, അവിടുത്തെ ഇമാം ഈ പരിപാടി ഒന്ന് കേൾക്കാൻ വന്നു കണ്ണൂര്. കുറച്ചേരം നിന്ന് പിന്നെ മഗ്‌രിബ് ജമാഅത്തിന് പോയി, പിന്നെയും പോയി യശാ ജമാഅത്തിനും പോയി. ജമാഅത്തിനൊന്നും അയാൾ മുടക്കിയിട്ടില്ല. എന്നിട്ട് പോലെ അയാളെ പിറ്റേന്ന് പള്ളിയിൽ നിന്ന് പുറത്താക്കി. ഖുറാഫികൾ പോലും ചെയ്യാത്തതാ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, മുജാഹിദീങ്ങളെ വയലിലേക്കാൻ പോയാൽ പിന്നെ മൗലിയർക്ക് ചോറ് കൊടുക്കൂല, മഹല്ലിൽ നിന്ന് പുറത്താക്കും. ഇത് മൗലിയരും കുട്ടികളൊക്കെ ഒന്നും ചോദിക്കും, ഒരു പ്രശ്നമല്ല. ഈ രൂപത്തിലേക്ക് പഴയ ഖുറാഫികൾ അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ KNMലെ ഒരു കോക്കസ്, KNMൽ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്, പക്ഷെ ഒരു കോക്കസ് ഇപ്പോ നേതൃത്വം പിടിച്ചെടുത്തിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രല്ല, കോളേജിൽ കുട്ടികൾ പരിപാടി കേൾക്കാൻ വന്നിട്ട് അവർക്ക് ഭക്ഷണം മുടക്കുക. എടവണ്ണയിൽ ഞാൻ പ്രസംഗിച്ചപ്പോ 2-3 കുട്ടികൾ അത് കേൾക്കാൻ വന്നിട്ട് അവർക്ക് ഭക്ഷണം മുടക്കി ഒരു ഹോട്ടലിനകത്തുന്ന ദിവസങ്ങളോളം. പുളിക്കൽ എന്റെ പ്രസംഗം കേൾക്കാൻ വന്നതിന്റെ പേരിൽ പുളിക്കൽ മദീനത്തുൽ ഉലൂമിലെ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് 50 രൂപ ഫൈന്, അല്ലെങ്കിൽ അവിടെയുള്ള പാത്രം മുഴുവൻ കഴുകണം. ആരാത് ചെയ്തത്? മദീനത്തുൽ ഉലൂമിലെ അധ്യാപകർ. മദീനത്തുൽ ഉലൂമിലെ ഒരു അധ്യാപകൻ ഈ കോക്കസിന്റെ പരിപാടിന്റെ അന്ന് കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇതാ എല്ലാം കേൾക്കണം, നമ്മൾ രണ്ടും കേൾക്കണം, രണ്ടും മനസ്സിലാക്കണം. കാരണം കോക്കസിന്റെ പരിപാടിക്ക് ആളുവാണല്ലോ. എന്നിട്ട് കുട്ടികളൊക്കെ ആട്ടി തെളിച്ചു കൊണ്ടുപോയി. നിങ്ങൾക്കറിയോ, പൂനൂരിൽ നടന്ന പരിപാടിക്ക്
നാദാപുരം അൽഫുർഖാനെന്ന് കുട്ടികളെ നിർബന്ധിച്ചു കൊണ്ടുപോവാണ്. എടവണ്ണെന്ന് വണ്ടി എടുത്തു വരിക പൂനൂരിലേക്ക്. എന്തിനാ ഇത്? അത് ശരി, ആ ഒരു സ്വാതന്ത്ര്യം മറ്റു പരിപാടിക്കും കൊടുക്കണ്ടേ? അപ്പൊ സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് മിമ്പറിൽ ഇമാമയെ കൊണ്ട് നിർബന്ധപൂർവ്വം പറയിപ്പിച്ച് സ്ഥാപനങ്ങളെ കുട്ടികളെ നിർബന്ധിച്ചു കൊണ്ടുപോയിട്ടൊക്കെയാണ് ഇവർ പരിപാടി നടത്തുന്നത്. ഇത് മാത്രമല്ല, തൃശ്ശൂരിൽ ചെന്നപ്പോ മഞ്ചേരി ഒരു പരിപാടി കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ പരിപാടിക്ക് തൃശ്ശൂർ ചെന്നപ്പോ അവിടെ പള്ളിയിൽ നോട്ടീസ് എഴുതി ഒട്ടിച്ചിരിക്കുന്നു, ഇവിടെ ഒരു വിശദീകരണ യോഗം നടക്കുന്ന ഒരാളില്ല, നോട്ടീസ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അത് നമ്മുടെ സംഘടനയുമായി ബന്ധമുള്ളതല്ല, അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ ആരും സഹകരിക്കാൻ പാടുള്ളതല്ല എന്ന് KNM സെക്രട്ടറി പ്രസിഡന്റ്. ഈ ക്രിസ്ത്യാനികൾക്ക് ഇടയലേഖനം ഇറക്കാന്നാണ്. ഇടവകയിലെ ചില കാര്യങ്ങളൊക്കെ അച്ഛന്റെ തിരുവായിലൂടെ വായിച്ച് കേൾപ്പിക്കും, ഇടയന്മാരൊക്കെ അതനുസരിച്ചോളണം. ഈ രീതിയിൽ അധപ്പതിച്ചു പോയി സുഹൃത്തുക്കളെ ഇവര്. കൊല്ലം ജില്ലയിലെ ഒരു പ്രവർത്തകൻ മഞ്ചേരിയിൽ പരിപാടിക്ക് വന്നതിന്റെ പേരിൽ അയാൾക്ക് ഇപ്പോൾ വിശദീകരണം ചോദിച്ച് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ നടക്കുന്ന വിശദീകരണ യോഗങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി ഈ രൂപത്തിൽ ആളുകളെ ചേരിതിരിക്കാനും മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുമാണ് സുഹൃത്തുക്കളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷാഫി സലാഹി ചെങ്ങലീരി അദ്ദേഹം ഈ കോക്കസിന്റെ വഴിവിട്ട പ്രവർത്തനങ്ങളെ എതിർക്കുന്നു എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ CD ടവർന്ന് മാറ്റി. നല്ല ദഅവത്ത് താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങുന്ന പുസ്തക പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന ചെറിയ ലഘുലേഖ 1,10,000 കോപ്പി ഇതുവരെയായിട്ട് അടിച്ചിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അത്ര അടിച്ചൊരു ബുക്കില്ല. ആ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ലഘുലേഖകൾ ഉൾക്കൊള്ളുന്ന ഷാഫി സലാഹിയുടെ പുസ്തകങ്ങൾ CD ടവർന്ന് എടുത്തു മാറ്റി. അതേസമയം അദ്രമൈരിബൈത്തിന്റെ ബുക്ക് ഇപ്പോഴും വിൽക്കുന്നുണ്ട്, ഒരു പ്രശ്നമല്ല. കണ്ടോ? അപ്പൊ ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് വിരുദ്ധമായ തനിച്ച ഖുറാഫാത്ത് ശൈലിയിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരാണ് നമ്മളെ കുറിച്ച് പറയുന്നത് നമ്മള് ഖുറാഫാത്തിലേക്ക് പോയി. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നോട്ടീസിന്റെ മേലെ എല്ലാം കേൾക്കുക